കഴിഞ്ഞിടയ്ക്ക് നമ്മൾ സ്കോഡ കൈലാക്കിന്റെ ഒരു റിവ്യൂ അടുത്തിടെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരാണ് നമ്മളോട് ചോദിച്ചത് എങ്ങനെയുണ്ട് വണ്ടി, കൊള്ളാവുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കാറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സ്കോഡ കൈലാക്ക് നിങ്ങൾക്ക് ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അന്ന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സും വന്ന്, നിങ്ങൾ ഫുൾ ഓപ്ഷൻ വണ്ടി കാണിച്ചിട്ട് ബേസ് മോഡലിന്റെ വിലയും പറഞ്ഞു ഒരുപാട് കമന്റ് വന്നു. പക്ഷേ ബേസ് മോഡൽ നമുക്ക് കിട്ടാനായിട്ടില്ല. ഇപ്പോൾ ഇതുപോലെയുള്ള ഡെമോ കാർസൊക്കെ മിക്കപ്പോഴും ഫുൾ ഓപ്ഷൻ വാഹനമായിരിക്കും. എന്ന് വെച്ച് ബേസ് മോഡലിൽ സ്റ്റാൻഡേർഡായിട്ട് വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ കാണുന്ന സെയിം എഞ്ചിനും ഗിയർ ബോക്സും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും എല്ലാം നൽകിയാണ് സ്കോഡ ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേസ് മോഡൽ എടുത്താലും തെറ്റില്ല. 9,96,000 രൂപയ്ക്ക് ഓൺ റോഡ് കിട്ടാവുന്നതിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ദ ബെസ്റ്റ് കോമ്പാക്ട് എസ്യുവി നമുക്ക് സ്കോഡ കൈലാക്കിനെ വിളിക്കാം. ഇതിനൊരു മലയാളിയാണ് പേരിട്ടത്, നല്ല ഓമനത്തുള്ള പേര്. കൈലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രൗഢി, ആ ഒരു ഗാംഭീര്യമൊക്കെ ഫീൽ ചെയ്യും. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിരുന്നു റിവ്യൂ ചെയ്തെങ്കിൽ ബേസ് മോഡൽ നമുക്കൊരു 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി എങ്ങനെയുണ്ട്, മാനുവൽ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ മൊത്തത്തിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് ഒന്നുകൂടെ സ്വാഗതം. ഡിസൈൻ വൈസ് നമ്മൾ നോക്കാൻ നേരത്തെ ഈ ഒരു ഗ്രേ കളർ ഒരു രക്ഷയില്ല. ഇതിൻ്റെ തന്നെ ചേട്ടസ്ഥാനത്ത് വരെ നമുക്ക് വേണമെങ്കിൽ കുഷാക്കിൻ്റെ ഒക്കെ അതേ ഒരു സ്റ്റൈലിങ് തന്നെ. ഒറ്റ നോട്ടത്തിൽ കണ്ട കുഷാക്കാണോ കൈലാക്കാണോ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഡാർക്ക് ഷെയ്ഡ് കൈലാക്കാണോ നേരത്തെ. ഇതിന്റെ ബ്ലാക്ക് ആയിക്കോട്ടെ ഗ്രേ ആയിക്കോട്ടെ ഒക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ. സ്കോഡയുടെ ആ ഒരു ഫാമിലി ഗ്രില്ല് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റ് ആണ് വന്നിരിക്കുന്നത്, അല്ലാതെ ക്രോമിന്റെ കളിയൊന്നുമില്ല. സ്കോഡയുടെ ലോഗോ കാണാം, അതൊക്കെ ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ബോണറ്റിൽ അത്യാവശ്യം പവർ ബൾജിങ് ക്യാരക്ടർ ലൈനൊക്കെ കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നൊരു സബ് കോമ്പാക്ട് എസ്യുവിക്ക് വേണ്ട എല്ലാ ക്യാരക്ടറുള്ള ഒരു ഡിസൈൻ തന്നെയാണ് സ്കോഡ ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഞാൻ ഡിസൈൻ വൈസ് ഒന്നും നീട്ടി വലിക്കുന്നില്ല. DRL യൂണിറ്റ് അത് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റർ ആയിട്ടും പ്രവർത്തിക്കുന്നത്. തൊട്ട് താഴെ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന്. സൈഡ് പ്രൊഫൈലിൽ നിന്നാണ് ഇത് കുഷാക്കല്ല കൈലാക്കാണെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആ ഒരു സബ് കോമ്പാക്ട് എസ്യുവി പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെ 4 മീറ്ററിൽ തൊട്ട് താഴെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. റൂഫ് റെയിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഗ്ലാസ് ഏരിയ. ORM തന്നെ ടേൺ ഇൻഡിക്കേറ്ററും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. 205/55 R17 എന്ന ടയർ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. അലോയ് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രസ്റ്റീജ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. ആ വേരിയന്റിലാണ് ഈ കാണുന്ന അലോയ്സ് ഒക്കെ നമുക്ക് ലഭ്യമായി തുടങ്ങുന്നത്. സെക്കൻഡ് വേരിയന്റ് തൊട്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും കൂടെ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് റിയർ ഡിസൈൻ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. റിയർ ഡിസൈൻ നോക്കുമ്പോൾ കാണാം നമുക്ക് വളരെ ചെറിയൊരു ടെയിൽ ലാമ്പ് യൂണിറ്റ്. ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയപ്പെടുന്ന അതാണ്. കാരണം ഇപ്പോൾ ഉള്ള വണ്ടികളിലൊക്കെ വളരെ വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റാണ്, ഫുള്ളി കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് ഒക്കെയാണ്. പക്ഷേ സ്കോഡ അവരുടെ ഒരു യൂറോപ്യൻ ഡിസൈൻ, എന്താ പറയുക, ഒരു ടൈംലെസ് ഡിസൈൻ ഫോളോ ചെയ്യുന്ന രീതി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. സ്കോഡ എന്നുള്ളൊരു ബ്രാൻഡിങ് നമുക്ക് കാണാം. അത് ഏറ്റവും പുതിയ ഫോണിലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതും കൊള്ളാം. കൈലാക്ക് എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. പിന്നെ ഈ ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫൈബർ പാർട്ട് എടുത്തറിയുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ എല്ലാ വേരിയൻസും ഇത് ബ്ലാക്ക് ആയിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ പാർസൽ ട്രേ എടുത്ത് മാറ്റി വെക്കാനുള്ളൊരു സംവിധാനവും നമ്മൾ മുമ്പേ ഉള്ള വേരിയന്റിൽ കണ്ട തന്നെയാണ്. ഇനി നമുക്ക് ഇന്റീരിയറിൽ കയറിയിട്ട് അവിടെ എങ്ങനെ നോക്കാം. ഇത് വലിച്ചടക്കാനുള്ള സംവിധാനം കൂടെ കമ്പനി നൽകിയിട്ടുണ്ട്. ഇന്റീരിയർ കാണുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഫീച്ചറും വിട്ടുപോകാതെ തന്നെ എല്ലാം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വെന്റിലേറ്റർ സീറ്റ് ആയാലും വയർലെസ് ചാർജിങ് ആയാലും 10.5 ഇഞ്ചിന് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആയാലും എല്ലാം ഡീസെന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ നമുക്ക് കാണാം. അതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെ അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നീട് ഇന്റീരിയറിലോട്ട് കയറിയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്ന ആ ഒരു എലഗൻസ് ആണ്. സ്കോഡ വാഹനങ്ങളിൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്ന ആ ഒരു പ്രീമിയംനെസ്, ആ ഒരു വളരെ എന്താണോ എലഗൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. നമുക്കിത് ഒരു കാലത്ത് ഇതിൻ്റെ ഇന്റീരിയറിനൊന്നും ഔട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മീറ്റർ കൺസോൾ കാണാം. അവിടെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ കൊള്ളാം. ഡീസെൻ്റ് ആയിട്ട് തന്നെ അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആവറേജ് മൈലേജ് എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കും. പിന്നെ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്, അതും ഭംഗിയായിട്ടുണ്ട്. പുതിയ ആ ഒരു സ്കോഡ 2.0 എന്ന് പറഞ്ഞ വെർഷനിലോട്ട് ഇന്ത്യയിൽ വന്ന മോഡൽസിലൊക്കെ ഇങ്ങനെയാണ് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുള്ളത്. അതുമൊക്കെ കൊള്ളാം. അത് നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കലി മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഡ്രൈവർ സീറ്റും നമുക്ക് പവർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർക്കും കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു ഫ്രെയിംലെസ് മിറർ കൊടുത്തിട്ടുണ്ട്. ഗ്ലവ് ബോക്സ് കാണാം. ഇവിടെ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു കളർ നോക്കി കൊടുത്ത് അതും ഭംഗിയായിട്ടുണ്ട്. ഒരു സിംഗിൾ പ്ലെയിൻ സൺറൂഫ്, അതുമൊക്കെ കൊള്ളാം. സൺവൈസറിൽ മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാപ്പ് ലാമ്പ് അതുമൊക്കെ LED ആണ്. അതുമൊക്കെ കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് റിയർ സൈഡിലും കൂടെ ഇരുന്നിട്ട് സ്പേസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള റിയർ സീറ്റ് തന്നെയാണ്. ലെഗ് സ്പേസും ഡീസെൻ്റ് ആയിട്ടുണ്ട്. ഹെഡ് സ്പേസും വലിയ തരക്കേടില്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ ഒരു സബ് കോമ്പാക്ട് എസ്യുവിലെല്ലാം നമ്മൾ ഡീസെൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് സെക്കൻഡ് റോയിൽ പ്രതീക്ഷിക്കാനുള്ളൂ. അല്ലാതെ ഭയങ്കര സ്പേഷ്യസ് ആണ്, ഒരു രക്ഷയില്ലാത്ത കംഫർട്ടാണെന്നൊന്നും പറയാനില്ല. റിയറിലോട്ട് AC വെന്റ്, Type-C 2 ചാർജിങ് പോർട്സ്,
അടുക്കൊരു ആംറസ്റ്റ്, അവിടെ 2 കപ്പ് ഹോൾഡർ, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. ഇവിടെ മാപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുമൊക്കെ കൊള്ളാം. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് റിയർ സൈഡിൽ. മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഒരു ഭാഗത്ത് തന്നെ ചെയ്തുകൊണ്ട് തന്നെ ഇത് വളരെ ക്വിക്കായിട്ടുള്ള റിവ്യൂ ആണ്. നമുക്ക് ഇതിൻ്റെ ഡ്രൈവാണ് മെയിൻ. അപ്പോൾ ഡ്രൈവിലോട്ട് കിടക്കാം. അപ്പോൾ ഒരുപാട് പേര് എടുക്കാൻ സാധ്യതയുള്ളതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ട്രാൻസിഷൻ കോംബോ ആണ് കൈലാക്കിൽ വരുന്ന ഈ ഒരു 1 ലിറ്റർ ടർബോ ചാർജ് TSI എഞ്ചിൻ വിത്ത് ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ്, സ്ലീക്ക് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിക്കുമ്പോൾ നല്ല കംഫർട്ട് ഫീൽ ചെയ്യും. നമുക്ക് മാക്സിമം ഒക്കെ റിവ് ചെയ്ത് അത്യാവശ്യം പൊളിച്ച് ഓടിക്കണമെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന അത്ര ഒരു എഞ്ചിൻ കപ്പാസിറ്റി തീർച്ചയായിട്ടും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. ടർബോ ചാർജ് ആയതുകൊണ്ട് തന്നെ വലിയ ലാഗ് ഒന്നും വരുന്നില്ല. ആ ഒരു ടർബോയുടെ കിക്ക് നമുക്ക് ഇനിഷ്യലി തന്നെ ലഭിക്കുന്നുണ്ട്. ടേണിംഗ് റേഡിയസ് ആണെങ്കിൽ തന്നെ സിറ്റി ഡ്രൈവിനൊക്കെ നല്ല രസകരമായിട്ട് ഓടിച്ച് നടക്കാവുന്ന ടേണിംഗ് റേഡിയസ് ഉണ്ട്. സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് ആണെങ്കിലും ഒന്നും ഒരു രക്ഷയില്ല. ജസ്റ്റ് ഒന്ന് പുള്ളിയാണെങ്കിലും സെക്കൻഡ് ഹെയറിലൊക്കെ ഇട്ടുമ്പോൾ ചവിട്ടി പിടിക്കാൻ നേരത്ത് ഈസി ആയിട്ട് തന്നെ വണ്ടി കയറി വരുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡ്രൈവാണ്. നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ പോളോ ടെർബോ ചാർജ് മാനുവൽ വെർഷനൊക്കെ മിസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും കൈലാക്ക് ഒരു ഉഗ്രൻ ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇവൻ്റെ ഹാൻഡ്ലിങ്, ആ ഒരു സേഫസ്റ്റ് ഫീല്, പിന്നെ ആ ഒരു ലുക്ക്, ഈ ഒരു പെർഫോമൻസ്, ഹാൻഡ്ലിംഗ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളെ ഒട്ടും നിരാശപ്പെടുത്താത്തൊരു മോഡൽ തന്നെയാണ് സ്കോഡ കൈലാക്ക്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊക്കെ നിങ്ങളൊന്ന് പുഷ് ചെയ്തൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പോലും ഒരു 14 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് നമുക്ക് ഡെയിലി ലൈഫിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ രസകരമായിട്ട് ഓടിച്ചു നടക്കാൻ പറ്റുന്നൊരു മാനുവൽ കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ അതും 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഇതൊരു ഉഗ്രൻ ഓപ്ഷനാണെന്നാണ് പറയേണ്ടത്. എന്താ 6 ഗിയർ വിട്ട് എന്താ സുഖമായിട്ട് റിലാക്സ് ചെയ്തിരുന്ന് ഓടിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു യാത്രാ സുഖം, ആ ഒരു ഡ്രൈവബിലിറ്റി, റൈഡിങ് കംഫർട്ടൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള ജർമ്മൻ കാർസിലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സീറ്റിംഗ് പൊസിഷനും കൊള്ളാം, എല്ലാം കണ്ടുകൊണ്ട് തന്നെ ഓടിക്കാം. നല്ല കോമ്പാക്ട് സൈസുമാണ്. അങ്ങനെ ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഒരു മടുപ്പ് അനുഭവിക്കാത്തൊരു വാഹനം തന്നെയാണ് കൈലാക്ക് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അല്ല, ഇതുപോലെ ടേണിംഗ് റേഡിയസ് ജസ്റ്റ് ഒന്നുകൂടെ കാല് കൊടുക്കുകയാണെങ്കിൽ എന്താ ഈസി ആയിട്ട് തന്നെ വാഹനം കയറി വരുന്നുണ്ട്. സെക്കൻഡ് ഗിയറിൽ തന്നെ 80 കിലോമീറ്റർ സ്പീഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് 0 to 100 ഒക്കെ നിസ്സാര സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാം. ഇതൊരു ക്ലോസ്ഡ് റോഡാണ്, അതുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഇത്രയൊക്കെ തന്നെയുള്ളൂ കൈലാക്കിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു. ഞാൻ മാനുവലാണ് മെയിനായിട്ട് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത്. മാനുവലിൻ്റെ ഡ്രൈവബിലിറ്റി എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് കൈലാക്ക് പെർഫോം ചെയ്യുന്നത്, ബേസ് മോഡിൽ എടുത്താലും വെർത്താണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ഒരു എഞ്ചിൻ ട്രാൻസിഷൻ കോംബോ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കിയത്. ഇതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേർഷൻ പ്രസ്റ്റീജ് എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അതുകൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ സ്കോഡ ലൈനപ്പിലുള്ള ഏത് വാഹനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.